രാഹുലിന് ഈ അവസ്ഥയുണ്ടാക്കിയ കേക്കച്ചനും സരിതാ ഗോപാലനും ഇത് കാണുക. രാഹുലിനെ വിടാതെ പിന്തുടരുകയാണ് കേക്കച്ചന്റെ അമേദ്യം ഭക്ഷിക്കുന്ന മുട്ടൽ മരമുറി ചാനലും സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും. രാഹുലിനെ ആരോപണ ശരങ്ങൾ എഴുതി നശിപ്പിക്കുവാൻ ശ്രമിച്ചു എങ്കിലും അത് പാളുകയും നാളിതുവരെയായി ആരോപണം ഉന്നയിക്കുന്നവർക്ക് പോലും പരാതി നൽകുവാൻ ധൈര്യമില്ലാതെ അത് വിവാദമാക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചവർ നാണം കെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും രാഹുലിനെതിരെ എടുത്ത നടപടി പിൻവലിക്കുവാൻ കേക്കച്ചനും സരിതാ ഗോപാലനും ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് BJPയും ഇടതുപക്ഷവും പത്തിമടക്കിയിട്ടും സിൻഡിക്കേറ്റ് മാപ്രകൾക്ക് ഇപ്പോഴും അടക്കം വരാത്തത്. ശവന്തീനി കഴുകന്മാരെ പോലെ അവറ്റകൾ രാഹുലിന്റെ പിന്നാലെ പായുന്നത്. പാലക്കാട് കണ്ണാടി മണ്ഡലത്തിൽ ചേർന്ന കോൺഗ്രസ് യോഗത്തിൽ രാഹുൽ ഇന്നലെ പങ്കെടുത്തു എന്നും പറഞ്ഞാണ് അവിടേക്ക് മാപ്രകൾ ഓടിയെത്തിയത്. കേക്കച്ചന്റെ അനുകൂലികളാണ് ഈ വിവരം മാപ്രകൾക്ക് ചോർത്തി കൊടുക്കുന്നത്. ഇന്നലെയും അതുതന്നെയാണ് സംഭവിച്ചത്. തന്നെ പുറത്താക്കുന്നതുവരെ കോൺഗ്രസ് ഓഫീസിൽ കയറും, വിഷമമുണ്ടേൽ സഹിച്ചോ എന്ന് രാഹുൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനൽ റിപ്പോർട്ടറോട് പറഞ്ഞു. തൻ്റെ വിജയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്യുമെന്നും തനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പാലക്കാട്ട് പറഞ്ഞാൽ അവിടെ ഒരു വീട് പോലും ഒഴിയാതെ കയറുമെന്നും രാഹുൽ പറഞ്ഞു. രാഹുലിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ വാർത്താ തൊഴിലാളികളുടെ തിട്ടൂരം ആവശ്യമുണ്ടോ? ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാണ് രാഹുൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. മാപ്രകളുടെ ആ അഹന്ത കണ്ടാലും പ്രത്യേകിച്ച് ഒരു യോഗം ഇല്ലായിരുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞു. എന്താ യോഗം കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ആണെന്നുള്ളതാണ്. ബാക്കി പറ. എവിടുന്ന് കിട്ടിയ വരും? എവിടുന്ന് കിട്ടിയ വരും? ഏത് കോൺഗ്രസ് തന്നെ പറഞ്ഞു? പിന്നെ നടക്കാത്ത കാര്യത്തിന്റെ സോഴ്സ് ചോദിക്കുമ്പോൾ കണ്ണാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ യോഗമാണല്ലോ. കോൺഗ്രസിന്റെ ഒരു യോഗമാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നേ? ഞാൻ ഒരു യോഗത്തിലും പങ്കെടുത്തില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു, വർത്തമാനം പറഞ്ഞു, എന്നിട്ട് ആളുകളെ കണ്ടു, പിന്നെ കല്യാണ വീടുകളിൽ പോയി, മരണ വീടുകളിൽ പോയി. എല്ലാ ദിവസവും നടക്കുന്ന കാര്യം തന്നെയാ. പുറത്താക്കിയതാണ്. പിന്നെ താങ്കൾ കോൺഗ്രസ് നേതാക്കൾ ഈ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. സസ്പെൻഡ് ചെയ്താൽ വേറെ അത് നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെ പറ്റി ധാരണ ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഔദ്യോഗിക യോഗം? ഔദ്യോഗിക യോഗത്തിൽ ഒരു യോഗം തന്നെ നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടുറോടി വെച്ചിട്ടാണോ കൂടുന്നത്? അങ്ങനെയാണോ കൂടുന്നത്? അങ്ങനെയാണോ നിങ്ങൾക്ക്? ആരടച്ചിട്ട മുറിയിൽ ഒരു പിന്നെ പാല് സൊസൈറ്റിയുടെ സൈഡില് എല്ലാരും കൂടെ നിൽക്കുന്നതാണോ അടച്ചിട്ട റൂമിൽ? നിങ്ങൾക്ക് താങ്കൾ അരമണിക്കൂറായി ഈ ക്ഷീരോത്പാദക സംഘത്തിന്റെ ഓഫീസിലെത്തിയിട്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും. അത് യോഗമല്ലെന്ന്. യോഗമാണെങ്കിലല്ലേ യോഗമാണെന്ന് പറയും. ഇപ്പൊ യോഗം ചേർന്ന് കഴിഞ്ഞാൽ യോഗം ചേർന്നു എന്ന് പറയും. കൂടെയുള്ളവരെ നിങ്ങൾക്ക് അറിയില്ലേ? അതപ്പോ ഒരു ജേർണലിസ്റ്റ് എന്നല്ലേ നിങ്ങളുടെ പരാജയമല്ലേ? കണ്ണാടി ഐക്യജനാധിപത്യ കണ്ണാടി പഞ്ചായത്ത് ചെയർമാനാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു യോഗം ചേർന്നിട്ടില്ല. 3-4 തവണ MLA ഇവിടെ വരാറുണ്ട്. കണ്ണാടിയിലെ മരിച്ച വീടുകളിലേക്കും വിവാഹ ചടങ്ങുകളിലേക്കും അനുബന്ധ കാര്യങ്ങൾക്കും വരാറുണ്ട്. വീടുകളിൽ അതാത് പ്രദേശത്തെ പൊതുപ്രവർത്തകരെ കൂട്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകാറുള്ളത്. ഔദ്യോഗികമായിട്ട് ഒരു പരിപാടിയല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ അവിടെ മരണം ഉണ്ടാകുമ്പോൾ അവിടെ പോകാറുണ്ട്, വിവാഹം ഉണ്ടാകുമ്പോൾ വിവാഹത്തിന് പോകാറുണ്ട്. ഇപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ പൂടൂരിലേക്ക് വന്നിരുന്നെങ്കിൽ അവിടെ BGSൽ വെച്ച് ഞാൻ യോഗം ചേർന്നു എന്ന് പറയായിരുന്നു. അവിടെ വെച്ച് പ്രായരിയിലെ പ്രധാനപ്പെട്ട ആളുകളെ എനിക്ക് പ്രവേശനമില്ലേ? പ്രാഥമിക സസ്പെൻഷനിലായി കഴിഞ്ഞാൽ ഞാൻ വേറെ പാർട്ടിയാണോ? യോഗം നടന്നാൽ സഹോദര യോഗം മറുപടി പറയാൻ പറ്റൂ. നടക്കാത്ത യോഗത്തെ പറ്റി കോൺഗ്രസ് ഭരിക്കുന്ന ക്ഷീരോത്പാദക സംഘത്തിന്റെ ഓഫീസിലാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കല്യാണമോ അല്ലെ മരണമോ ഒന്നും നടന്നിട്ടില്ല. എന്റെ പൊന്നു സഹോദര, ഇവിടെ ഞാൻ ഈ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ. യോഗം ചേർന്നാൽ യോഗം ചേർന്നു എന്ന് പറയും, യോഗത്തിൽ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയും. നടക്കാത്ത അല്ല, അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കും. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കും, തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കും. ഞാൻ കൈ ചിഹ്നത്തിൽ ജയിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച MLA ആണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരും ജയിക്കണം എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്ന ആളാണ്. അതിനുവേണ്ടി
എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും നടത്തും. അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും, അതിപ്പോൾ ഏത് സ്ഥലത്ത്, അത് പാലക്കാട് എന്നല്ല പറയട്ടെ പാലക്കാട് എന്നല്ല, ഏത് സ്ഥലത്ത് വെച്ച് 4 UDFകാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവരോട് ചോദിക്കും എന്താ ഈ ഇലക്ഷൻ്റെ കാര്യങ്ങൾ ചോദിക്കും, അതിനെപ്പറ്റി സംസാരിക്കും. അത് നിങ്ങളിങ്ങനെ വട്ടമിട്ട് വളഞ്ഞു കഴിഞ്ഞാൽ സംസാരം നിർത്താൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഈ പ്രചരണത്തിന്റെ ഭാഗമായി രാഹുൽ ഉണ്ടാകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും, ഇവിടെ BJPയെ CPMനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ, മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് പോലും ഒഴിയാതെ എല്ലാ വീടും കയറും. സ്വാഭാവികമായിട്ട് പാർട്ടി ചുമതല ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും പാർട്ടി ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും CPM BJP മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയും എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു നോട്ടം, എൻ്റെ ഒരു ചലനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. യോഗമാണെന്ന് പറഞ്ഞില്ല, ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു. അത് ന്യൂസ് മലയാളത്തിന് എന്തെങ്കിലും തിരികെ കയറ്റാനുണ്ടെങ്കിൽ അത് വേറെ ചെയ്ത, അത് വേറെ വേറെ ആളുകളോട് മതി, എന്നോട് വേണ്ട. അയ്യോ, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘം എന്നല്ല, നടുറോഡി വെച്ച് 4 കോൺഗ്രസ്സുകാരെയും 4 UDFകാരെ കണ്ടാൽ അവിടെ വെച്ച് ഞാൻ ചർച്ച ചെയ്യും. താങ്കൾ തൽക്കാലം ഒരു കാര്യം ചെയ്യൂ, താങ്കൾക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യണ്ടെന്നൊക്കെ പാർട്ടിക്കും അറിയാം, എനിക്കും അറിയാം. അതിൽ തൽക്കാലം റിപ്പോർട്ടറിന്റെ ക്ലാസ് എടുക്കാൻ, തൽക്കാലം റിപ്പോർട്ടർ പറയുന്ന ഒരു ക്ലാസ് സ്വീകരിക്കാൻ സൗകര്യമില്ല. താങ്കൾ പിന്നെ MLA വാഹനം ഒഴിവാക്കിയിട്ട് സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിച്ചു. എന്റെ പൊന്നു സഹോദരൻ, ഞാനിവിടെ MLA വാഹനത്തിലാണ് വന്നത്. അവർ ഭക്ഷണം കഴിക്കാൻ പോയതാ. എന്നൊരു കാര്യം ചെയ്യും, എന്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈരളി ഏറ്റെടുക്കുക. അങ്ങനെയാണെങ്കിൽ അവരെപ്പോഴും എന്റെ കൂടെ തന്നെ നിൽക്കും. രാഹുൽ, ഈ ഇവിടെ യോഗം ഉണ്ടായില്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടായത്? എന്റെ പൊന്നു സഹോദര, നടക്കാത്ത യോഗം ഇന്ന് രാവിലെ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു വാർത്ത കൊടുത്തു. എന്താ, MLA ഓഫീസിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു. MLA ഓഫീസിൽ അങ്ങനെയാണ് രാവിലെ CPMന്റെ നേതാക്കന്മാർ വന്നിരുന്നു. അപ്പോൾ CPM നേതാക്കന്മാരുടെ യോഗമാണോ ചേരുന്നത്? MLA ഓഫീസിൽ BJPയുടെ ആളുകൾ വരാറുണ്ട്. അപ്പോൾ BJPയുടെ യോഗമാണോ ചേരുന്നത്? അങ്ങനെയല്ലല്ലോ, ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധിയുടെ ഓഫീസിൽ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ, രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ വരും. നിങ്ങൾ വരാറില്ല എൻ്റെ ഓഫീസിൽ? നിങ്ങൾ വരുന്ന മീഡിയ യോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? എൻ്റെ ഓഫീസിൽ എല്ലാവരും വരും. അത് MLA ഓഫീസായിട്ട് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ പുറത്താക്കുന്നവരെ ഞാൻ കയറും. റിപ്പോർട്ടറിന് വിഷമമുണ്ട്, സഹിച്ചു. കണ്ണാടിയിൽ യോഗം ചേർന്നിട്ടില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. ഔദ്യോഗികമായി യോഗമുണ്ടായിരുന്നില്ല. അതുവഴി പോയപ്പോൾ ചിലപ്പോൾ രാഹുൽ ഓഫീസിൽ കയറിയതായിരിക്കാം. പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്കാണ് രാഹുൽ പോയത്. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്ന കാര്യത്തിൽ KPCC മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണാടിയിൽ അങ്ങനെ യോഗം നടന്നില്ലാന്ന് എൻ്റെ അറിവ്. ഇലക്ഷൻ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തകർ തമ്മിൽ കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിൽ കൂടെ കടന്നു പോകുമ്പോൾ പിന്നെ ആളുകൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ കയറിപ്പോയി എന്ന് മാത്രമല്ലാതെ പിന്നെ മറ്റു വികസന കാര്യത്തെക്കുറിച്ചിട്ട് ആരുടെടുത്തൊന്ന് സംശയം ചോദിക്കാൻ പോയി എന്നാണ് എൻ്റെ അറിവ്. അല്ലാതെ മീറ്റിംഗ് പങ്കെടുക്കുകയും ഔദ്യോഗികമായി മീറ്റിംഗ് നടക്കുകയും ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ അറിവ്. പക്ഷേ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നേരം മാധ്യമങ്ങൾ ആ ബിൽഡിങ്ങിന് താഴെ ഉണ്ടായിരുന്നു. അപ്പൊ അടച്ചിട്ട മുറിയിലാണ് അത്രയും നേരം MLA അവിടെ ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഈ കാര്യത്തിൽ ഒരു യോഗത്തിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു. ഇല്ലല്ല, അവിടെ എൻ്റെ അറിവ് ഞാനാണല്ലോ തീരുമാനിക്കുക മീറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവിടെ ഔദ്യോഗികമായിട്ടൊരു മീറ്റിംഗ് നടന്നിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷൻ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന ഒരു ഉഭയകക്ഷിയൊക്കെ ചർച്ച നടക്കും. അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പോണ വഴി കയറിപ്പോയി എന്നല്ലാതെ അത് അവിടെ എന്തോ ഒരു അവിടെ അറിയാൻ കഴിഞ്ഞത് അവിടെ റോഡിൻ്റെ ഒരു കാര്യം
അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ചോദിക്കണം എന്നർത്ഥത്തിൽ കയറിപ്പോൾ അവിടെ ഉണ്ട് പറഞ്ഞിട്ട് അദ്ദേഹം തപ്പി നടന്നായിരുന്നു എന്താ ചെയ്യേണ്ടത്, അങ്ങനെ കയറിപ്പോയതാ. അല്ലാതെ ഇതിലൊരു പ്രധാനപ്പെട്ട രാഹുൽ പറയുന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന് രാഹുൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ ജയിപ്പിച്ച ജനങ്ങളല്ലേ ഇവിടെയുള്ളത്. ആ കുട്ടികൾ വരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം അവിടുത്തെ വികസനമാണ് ഈ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ അവിടെ റോഡിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കാൻ പോയി എന്നാണ് അറിഞ്ഞത്. അല്ലാതെ അവിടെ ഔദ്യോഗിക മീറ്റിങ്ങോ അല്ല ഔദ്യോഗിക പരിപാടിയോ അവിടെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് രാഹുൽ ഉണ്ടാവുന്നതാണ് രാഹുൽ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ചോദിച്ചാൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് അതെനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞു നോക്കൂ, ഇന്നത്തെ പരിപാടി പറയണത് ഔദ്യോഗിക മീറ്റിംഗ് അല്ല, ആരും വിളിച്ചിട്ട് പോയതുമല്ല അവിടെ പരിപാടി. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് എന്റെ അടുത്ത് ചോദിക്കണം, അദ്ദേഹത്തിന് ചോദിക്കൂ. ഞാനല്ലോ അത് KPCC പ്രസിഡന്റും അതൊക്കെ പ്രതിപക്ഷ നേതാവും ഉന്നത നേതാക്കന്മാരെ എനിക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ തീരുമാനിക്കേണ്ട. എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ കണ്ണാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല. അവിടെ അങ്ങനെ ഒരു അദ്ദേഹത്തിന് വിളിച്ചിട്ടുമില്ല. പ്രസിഡന്റ് കണ്ണാടി മണ്ഡലം കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പിന്നെ വിളിച്ചിട്ട് തന്നെ വിളിച്ചത് അത് അവരുണ്ടാകുമ്പോൾ അത് ഏതോ റോഡിന്റെ കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. ഓക്കെ. KPCC പ്രസിഡന്റ് അരമന കിങ്ങണിക്ക് ഇതിന് മറുപടിയൊന്നും പറയുവാൻ കാണില്ല. പറയണമെങ്കിൽ കോവാലൻ എന്ത് പറയണമെന്ന് പറഞ്ഞു കൊടുത്താൽ അത് പറയും. ബീഹാറിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഈ പരുവത്തിലാക്കിയ ഈ നാണംകെട്ട സരിതാ ഗോപാലൻ കേരളത്തെ മുടിപ്പിക്കുവാൻ ഇവിടെ കിടന്ന് മെഴുകുകയായിരുന്നു. നെട്ടൂർ കേക്കച്ച സരിതയുടെ കളിക്കൂട്ടുകാര, നിനക്കൊന്നും ഈ കേരളത്തിൽ ഒരു തെരുവനായുടെ വില പോലും ഇവിടുത്തെ ജനങ്ങൾ നൽകുന്നില്ലെന്ന് മനസ്സിലാക്കുക. രാഹുലിനെയും ഷാഫിയെയും പോലെയൊക്കെയുള്ള മിടുക്കന്മാരെ ഷെഡിൽ കയറ്റിട്ട് നീയൊക്കെ ഇറങ്ങി കളിച്ചാൽ നീയൊക്കെ തോറ്റു തുന്നം പാടും എന്ന് മനസ്സിലാക്കുക. ഇന്ന് മിഷൻ 250യുടെ 31ാം ദിനമാണ്. ബീഹാറിൽ കോൺഗ്രസ് അടിപടലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത ചെയ്യുമ്പോൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.